Today's topic is Fundamental Theorem of Calculus. capital F of x is the antiderivative of the function small f of x, then integral a to b small f of x dx is equal to capital F of x from a to b is equal to capital F of b minus capital F of a. That is, if integral of f of x is capital F of x plus c, that means if the antiderivative of small f of x is capital F of x, then integral a to b f of x dx is equal to f of x from a to b. ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ ആദ്യം ഈ ആൻറ്റി ഡെറിവേറ്റീവിൽ അപ്പർ വാല്യൂ കൊടുക്കുക. ദാറ്റ് മീൻസ് എക്സിന് ബി എന്ന് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക എഫ് ഓഫ് എ. ദിസ് ഈസ് കോൾഡ് ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഫസ്റ്റ് പ്രോബ്ലം, ഇൻ്റഗ്രൽ 2 to 3 എക്സ് സ്ക്വയർ ഡി എക്സ്. Integral 2 to 3 x square dx. Listen, integral of x square dx is x cube by 3 plus c. That is, x cube by 3 is the antiderivative of x square. Therefore, integral 2 to 3 x square dx is equal to x cube by 3 from 2 to 3. ആദ്യം എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കണം, മൈനസ് പിന്നെ ലോവർ ലിമിറ്റ്. അതാണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ആദ്യം എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കാം, പിന്നീട് ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് എക്സിന് 3 എന്ന് കൊടുക്കുമ്പോൾ 3 ക്യൂബ് ബൈ 3 മൈനസ് ലോവർ ലിമിറ്റ് 2 എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ 2 ക്യൂബ് ബൈ 3 എന്ന് വരും. നൗ 3 ക്യൂബ് ഈസ് 27 ബൈ 3 മൈനസ് 2 ക്യൂബ് ഈസ് 8 ബൈ 3. നൗ 1 by 3 ഈസ് എ കോൺസ്റ്റന്റ് ടേക്കിംഗ് ഔട്ട്സൈഡ്. 1 by 3 into 27 minus 8, that is 19 by 3. That is the answer. Second problem, integral 0 to 1 1 by 1 plus x square dx. We know that the integral of 1 by 1 plus x square is tan inverse x. Therefore, integral 0 to 1 1 by 1 plus x square is equal to tan inverse x from 0 to 1. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. എക്സിന് 1 കൊടുത്താൽ tan inverse 1 മൈനസ് എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ tan inverse 0 എന്ന് വരും. 1 by 1 plus x സ്ക്വയറിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ tan inverse x ആണ്. അത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലിമിറ്റ് ഇവിടെ 0 to 1 ആണ്. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, tan inverse 1 മൈനസ് tan inverse 0. Now tan inverse 1 is pi by 4 minus tan inverse 0 is 0. That is equal to pi by 4. Third problem, integral 0 to pi by 2 cos squared x dx. Third problem, integral 0 to pi by 2 cos squared x dx. cos squared xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് cos squared x is equal to 1 plus cos 2x by 2 എന്ന റിസൾട്ട് ഉപയോഗിക്കണം എന്ന് നേരത്തെ പഠിച്ചതാണ്. cos squared x is equal to 1 plus cos 2x divided by 2. Therefore, integral 0 to pi by 2 cos squared x dx is integral 0 to pi by 2 1 plus cos 2x divided by 2 dx. Now half is a
constant taking outside integral 0 to pi by 2 1 plus cos 2x dx. This is equal to half into integral of 1 is x, integral of cos 2x, 2xനെ x ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് cos x എന്നാവും. cos xൻ്റെ ഇൻ്റഗ്രൽ sin x, x ആയിട്ട് എടുത്ത ടേമിലെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. x ആയിട്ട് എടുത്ത ടേം 2x, അതിലെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒരു പ്രാവശ്യം കൂടെ പറയാം. 2xനെ x ആയിട്ട് എടുക്കുമ്പോൾ cos x, cos xൻ്റെ sin x, ഇവിടെ cos 2x ആണ്, അതുകൊണ്ട് sin 2x. x ആയിട്ട് എടുത്ത ടേമിലെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 ആൻഡ് pi by 2. This is equal to half into, ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. എക്സിന് പൈ ബൈ 2 എന്ന് കൊടുക്കുമ്പോൾ പൈ ബൈ 2 പ്ലസ്, ഇവിടെ എക്സിന് പൈ ബൈ 2 എന്ന് കൊടുക്കുമ്പോൾ സൈൻ 2 ഇൻറ്റു പൈ ബൈ 2 ഡിവൈഡഡ് ബൈ 2 മൈനസ്, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ടേംസ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് മസ്റ്റായിട്ട് ഇടണം. എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ 0 പ്ലസ് സൈൻ 2 into 0 divided by 2. This is equal to half into pi by 2 plus sin 2 pi by 2. 2 2 cut ആകും, sin pi, and sin pi is 0, by 2 is 0, minus sin 0 is also 0, therefore 0. This is equal to half into pi by 2, that is equal to pi by 4. സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ശേഷം ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം, മൈനസ് ലോവർ ലിമിറ്റ്. ഫിഫ്ത്ത് പ്രോബ്ലം, ഇൻ്റഗ്രൽ 0 to 1 tan inverse x divided by 1 plus x square dx. ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1 by 1 plus x square. ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ ഒന്നിച്ചു വന്നാൽ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1 by 1 plus x square. Therefore the substitution is tan inverse x is equal to u. On differentiation we get 1 by 1 plus x square dx is equal to du. ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ, യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പഴയതുപോലെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഞാൻ ലിമിറ്റ് ചേഞ്ച് ചെയ്ത് യുവിൽ തന്നെയാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 0യും 1ഉം എക്സിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റുമാണ്. നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യുവിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കണ്ടുപിടിക്കണം. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0, യു ഈസ് ഈക്വൽ ടു, വാട്ട് ഈസ് യു? ടാൻ ഇൻവേഴ്സ് എക്സ്. Therefore tan inverse 0 is equal to 0. Now when x is equal to 1, u is equal to tan inverse 1. കാരണം യു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. എക്സ് 1 ആകുമ്പോൾ യു ടാൻ ഇൻവേഴ്സ് 1 ആവും. ആൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 ഈസ് ഈക്വൽ ടു പൈ ബൈ 4. Therefore integral 0 to 1 tan inverse x by 1 plus x square dx becomes integral 0യുടെ പകരം യുവിൻ്റെ പുതിയ ലിമിറ്റ് 0 തന്നെയാണ്. എക്സിൻ്റെ 1ന് അപ്പർ ലിമിറ്റ് 1ന് പകരം യുവിൻ്റെ അപ്പർ ലിമിറ്റ് പൈ ബൈ 4. ആൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് യു. ആൻഡ് ഡി എക്സ് ബൈ 1 plus x square, 1 plus x square into dx is du. സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. Therefore this is equal to integral of u is u square by 2 u raised to 1 plus 1 by 1 plus 1 between the limits 0 and pi by 4. ഇത് യുവിൻ്റെ പുതിയ ലിമിറ്റാണ്, 0യും പൈ ബൈ 4ഉം. അതുകൊണ്ട് യുവിന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിലേക്ക് ആക്കേണ്ട ആവശ്യം ഇല്ല.
This is equal to 1 by 2 into u square pi square by 16. u pi by 4 എന്ന് കൊടുക്കുമ്പോൾ u square pi by 4 ന്റെ സ്ക്വയർ pi square by 16 minus 0. 0 square is 0. This is equal to half into pi square by 16. That is equal to pi square by 32. Okay. Next problem, integral 0 to pi by 2 sin x divided by 1 plus cos squared x dx. Integral 0 to pi by 2 sin x dx by 1 plus cos squared x. ഇതും സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. cos എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് sin x. ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ വന്നാൽ ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ചുരുക്കം പറഞ്ഞാൽ നാം പഠിച്ചിട്ടുള്ള ഇൻ്റഗ്രേഷൻ്റെ ഏത് പ്രോബ്ലവും ഡെഫിനിറ്റ് ഇൻ്റഗ്രലായി ചോദിക്കാം. Here the substitution is cos x is equal to u on differentiation minus sin x dx is equal to du. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ sin x dx മതി. sin x dx എന്ന് പറയുമ്പോൾ അത് മൈനസ് du ആകും. നമുക്ക് ലിമിറ്റ് കൂടെ ചേഞ്ച് ചെയ്യാം. When x is equal to 0, u is equal to cos 0, that is 1. When x is equal to pi by 2, u is equal to cos pi by 2, that is equal to 0. Therefore, integral 0 to pi by 2 sin x dx by 1 plus cos squared x is equal to, this is equal to 0യ്ക്ക് പകരം യുവിൻ്റെ ലിമിറ്റ് എക്സ് 0 ആകുമ്പോൾ യു 1 ആണ്. എക്സ് പൈ ബൈ 2 ആകുമ്പോൾ യു കിട്ടിയിരിക്കുന്നത് 0 എന്നാണ്. നൗ സൈൻ എക്സ് ഡി എക്സ് ഈസ് മൈനസ് ഡി യു ബൈ 1 പ്ലസ് കോസ് എക്സ് ഈസ് യു, ദെർഫോർ യു സ്ക്വയർ. Integral 1 to 0 minus du by 1 plus u square. Minus പുറത്തെടുക്കുന്നു. And the integral of 1 by 1 plus u square is tan inverse x. Integral of 1 by 1 plus x square is tan inverse x. ഇവിടെ 1 by 1 plus u square is tan inverse u. Between the limits 1 and 0. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇവിടെ മാറിപ്പോകരുത്. ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കാം. ഇത് യുവിൻ്റെ ലിമിറ്റാണ്. അതുകൊണ്ട് യുവിനെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് ആക്കേണ്ട ആവശ്യം ഇല്ല. മൈനസ് ടാൻ ഇൻവേഴ്സ് അപ്പർ ലിമിറ്റ് 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് യുവിന് 1 കൊടുക്കുക. ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0 is 0, minus is plus, and tan inverse 1 is pi by 4. This is equal to pi by 4. Last problem, integral 0 to pi by 2 root of sin phi into cos raised to 5 phi d phi. Integral 0 to pi by 2 root of sin phi into cos raised to 5 d phi. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സൈൻ ഫൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സൈൻ ഫൈ ഈസ് ഈക്വൽ ടു യു ഓൺ ഡിഫറൻസിയേഷൻ cos phi d phi is equal to du. അപ്പോൾ ഇതിലെ ഒരു cos phi d phi ചേർത്ത് du എന്ന് എഴുതാം. cos raised to 5 phi ആണ്. ഒരു cos phi മാറ്റിയാൽ പിന്നീട് cos raised to 4 phi വരും. Therefore cos raised to 4 phi is equal to cos square phi the whole square. Now this is equal to 1 minus sin square phi the whole square. This is equal to 1 minus 2 sin square phi plus sin raised to 4 phi. A minus b the whole square is a square minus 2ab plus b square. Now integral 0 to pi by 2 root sin phi cos raised to 5 d phi can be written as integral 0 to pi by 2 root sin phi
into cos raised to 4 phi into cos phi d phi. Cos raised to 4 phi into cos phi d phi. Now this is equal to u in the limit. When phi is equal to 0, u is equal to sin 0. U is sin phi, here sin 0. That is 0. When phi is equal to pi by 2, u is equal to sin pi by 2. That is equal to 1. Therefore, the question becomes integral 0 is the lower limit of u, 1 is the upper limit of u, and root u cos raised to 4 phi. Cos raised to 4 phi നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 minus 2 sin square phi plus sin raised to 4 phi എന്നാണ്. That is equal to 1 minus 2 u square plus u raised to 4. ഈ വാല്യൂ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് യു ഇൻറ്റു 1 മൈനസ് 2 യു സ്ക്വയർ പ്ലസ് യു റേസ് ടു 4 ഡി യു. ഓക്കെ, റൂട്ട് യു അകത്തോട്ട് ഇൻറ്റു ചെയ്യാം. 1 into root u is root u minus 2u square into root u plus u raised to 4 into root u du. This is equal to integral 0 to 1. Root u is u raised to 1 by 2 minus u square into root u. Listen, u square into root u is u square into u raised to 1 by 2. Root u is u raised to 1 by 2 is equal to u raised to 2 plus 1 by 2. A raised to m into a raised to n is a raised to m plus n. u raised to 5 by 2 എന്ന് വരും. u raised to 5 by 2. Similarly, u raised to 4 into root u is u raised to 9 by 2 du. On integration, u raised to 1 by 2 in the integral u raised to 1 by 2 plus 1 by 1 by 2 plus 1 minus 2 u raised to 5 by 2 plus 1 by 5 by 2 plus 1 plus u raised to 9 by 2 plus 1 by 9 by 2 plus 1 from 0 to 1. This is equal to u raised to 3 by 2 by 3 by 2 minus 2 u raised to 7 by 2 by 7 by 2 plus u raised to 11 by 2 by 11 by 2 from 0 to 1. Reciprocal എടുക്കാം. This is equal to 2 by 3 u raised to 3 by 2 minus 7 by 2 ൻ്റെ റെസിപ്രോക്കൽ ഇൻറ്റു ചെയ്യുമ്പോൾ 2 by 7 വരും. 2 into 2 by 7 4 by 7 u raised to 7 by 2 plus 2 by 11 u raised to 11 by 2 from 0 to 1. ഇവിടെ ശ്രദ്ധിക്കുക, 2 by 7 ഈ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4 by 7 ആവും. അപ്പർ ലിമിറ്റ് കൊടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 2 by 3 ഇൻറ്റു 1 raised to 3 by 2 is 1 minus 4 by 7 into 1 raised to 7 by 2 plus 2 by 11 into 1 raised to 11 by 2 minus lower limit 2 by 3 into 0 raised to 3 by 2 minus 4 by 7 into 0 raised to 7 by 2 plus 2 by 11 into 0 raised to 11 by 2. This is equal to 2 by 3. 1 raised to 3 by 2 is 1 minus 4 by 7. 1 raised to 7 by 2 is 1 plus 2 by 11 minus 0.
2/3 minus 4/7 plus 2/11. On calculation we get 64/231. അതായത് നാം പഠിച്ചിട്ടുള്ള ഏത് ഇൻ്റഗ്രേഷനും ഡെഫിനിറ്റ് ഇൻ്റഗ്രലായിട്ട് ചോദിക്കാം. സാധാരണ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ശേഷം അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ.